ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് തയ്യാറാക്കുന്നത് നല്ലൊരു ക്യാബേജ് തോരനാണ്. ഈ ക്യാബേജ് എങ്ങനെയാണ് ക്ലീൻ ചെയ്തെടുക്കുന്നതെന്നും അതുപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ള തോരൻ എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്നുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ക്യാബേജ് തോരൻ ഉണ്ടാക്കുന്നതിനായിട്ട് ഞാൻ ഇത്രയും വലിയൊരു ക്യാബേജാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് നല്ല പൊടിയായിട്ട് കൊത്തി അരിഞ്ഞെടുക്കണം. ഞാനിതിപ്പം നന്നായിട്ട് ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. എത്രത്തോളം ചെറുതാക്കാൻ പറ്റുമോ അത്രയും ചെറുതാക്കി അരിഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. അതിനുശേഷം ഇത് ക്ലീൻ ചെയ്യുന്നതിനായിട്ട് ഇതിലോട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ആദ്യമേ ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം 1 ടീസ്പൂൺ തന്നെ ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അടുത്തതായിട്ട് ഇതിലോട്ട് ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ വിനാഗിരിയാണ് കേട്ടോ. അപ്പോൾ വിനാഗിരി ഒഴിച്ചതിന് ശേഷം ഒരു 3-4 ടീസ്പൂൺ വെള്ളവും കൂടെ ഞാൻ ഇതിലോട്ട് ചേർക്കുന്നുണ്ട്. സാധാരണ പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് നമുക്ക് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് വെള്ളം ചേർത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലായിടത്തും മഞ്ഞൾപ്പൊടി, ഉപ്പും വിനാഗിരിയൊക്കെ പറ്റത്തക്ക വിധത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം ഞാൻ ഒഴിച്ച 1 ടേബിൾ സ്പൂണിൽ കൂടുതൽ വിനാഗിരി ഒഴിക്കരുത്. കൂടുതൽ വിനാഗിരി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പുളിയുടെ ടേസ്റ്റൊക്കെ നമ്മൾ തോരൻ റെഡിയാക്കി കഴിയുമ്പോൾ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് കൂടുതൽ വിനാഗിരി ഒഴിക്കരുതെന്ന് പറഞ്ഞത്. ഒരു അരമണിക്കൂർ ഇതുപോലെ ഒന്ന് തട്ടിപ്പൊത്തി വെച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ കൈ കൊള്ളുന്ന ഒരു ചെറിയ അളവിലെടുത്തതിന് ശേഷം നന്നായിട്ടത് പിഴിഞ്ഞ് കളയുക. അപ്പോൾ ഇത് വളർത്തിക്കൊണ്ട് വരുന്ന സമയത്ത് ഇതിലടിച്ചിരുന്ന വിഷാംശമൊക്കെ നമുക്ക് ഒരു പരിധി വരെ ഇതുപോലെ നീക്കം ചെയ്തെടുക്കാവുന്നതാണ്. ഇതുപോലെ നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക കേട്ടോ. ഞാൻ ഇതുപോലെ ഇത് മുഴുവനായിട്ടും പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിഴിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നതാണിത്. നല്ല ഡ്രൈ ആയിട്ട് തന്നെയാണ് നമ്മളിത് പിഴിഞ്ഞെടുത്തപ്പോഴും ഒന്നൊന്നേ തൊടാതെയാണ് കിട്ടിയിരിക്കുന്നത്. ഇനി ഇത് കുക്ക് ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു കടായി ചൂടാക്കി അതിലോട്ട് 2 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ ഇതിലോട്ട് 1 ടീസ്പൂൺ കടുകാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഈ കടുകൊന്ന് നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പോഴേക്കും അടുത്തതായിട്ട് ഇതിലോട്ട് ചേർക്കേണ്ടത് ഉഴുന്നാണ്. ഉഴുന്നും കൂടി ചേർത്തിട്ട് ഇത് ചേർക്കുമ്പോഴാണ് ഇത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ ചൂടോടുകൂടി തോരൻ കഴിക്കുവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്യാബേജ് തോരൻ നല്ല ക്രിസ്പി ആയിരിക്കും. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇത് എണ്ണയിലോട്ട് ഇട്ടതിന് ശേഷം ചെറുതായിട്ട് ഇതിൻ്റെ കളർ ഒരു ഗോൾഡൻ കളറിലോട്ട് മാറുന്നിടം വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. തീയൊക്കെ കുറച്ചിടാനായിട്ട് മറന്നു പോകരുത്. ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ മാറി നല്ല ഗോൾഡൻ കളറിലോട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു വലിയ സവോളയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. സവോള ചേർത്തതിന് ശേഷം ഇത് പെട്ടെന്ന് വഴറ്റിയെടുക്കുന്നതിന് ആവശ്യമായിട്ട് 1/4 ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടെ ഇതിലോട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് ചേർത്ത് കൊടുക്കാം. 3-4 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളതാണ് ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിലോട്ട് ചേർത്തിട്ടുണ്ട്. കൂടുതൽ എരിവ് വേണമെന്നുള്ളവർക്ക് കുറച്ച് വറ്റൽ മുളകും കൂടെ നടുവേ ഒന്ന് മുറിച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ 4-5 വറ്റൽ മുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ചേരുവകളെല്ലാം ചേർത്തതിന് ശേഷം ഇതെല്ലാം നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇതും നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. ഇത്രയും കഴിഞ്ഞാൽ ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങ ചിരണ്ടിയതാണ്. 4 ടേബിൾ സ്പൂൺ തേങ്ങ ചിരണ്ടിയതാണ് ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതും നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. തേങ്ങയിലെ വെള്ളത്തിൻ്റെ അംശമൊക്കെ മാക്സിമം ഡ്രൈ ആയതിനു ശേഷമാണ് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാബേജ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ തേങ്ങയും നന്നായിട്ട് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാബേജ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ക്യാബേജ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിനാവശ്യമായിട്ടുള്ള അല്പം ഉപ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. നമ്മൾ ഉപ്പിട്ട് പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണെന്നുണ്ടെങ്കിലും ഉപ്പിൻ്റെ ടേസ്റ്റ് ഒന്നും ഉപ്പും പിഴിഞ്ഞതുകൊണ്ട് ഒട്ടും തന്നെ കാണില്ല. അതുകൊണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം ചേർക്കുക കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കൂടി പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതിനുശേഷം നന്നായിട്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് തട്ടിപ്പൊത്തി ഇതുപോലെ ഇത് ആവി കയറി വേകുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ തട്ടിപ്പൊത്തി വെച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്കിത് വളരെ പെട്ടെന്ന് തന്നെ ഒന്ന് ആവി കയറി കഴിയുമ്പോഴേക്കും ഇത് വെന്ത് കിട്ടുന്നതാണ്. ഇതിപ്പോൾ തട്ടിപ്പൊത്തി വെച്ചതിന് ശേഷം 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. 2-3 മിനിറ്റ് കൂടുമ്പോഴത്തേക്കും ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഏകദേശം 8-10 മിനിറ്റ് കഴിയുമ്പോഴേക്കും തന്നെ ഇത് നന്നായിട്ട് തന്നെ കുക്കായി കിട്ടുന്നതാണ്. കോവീസിന് അധികം വേവൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് കുക്കായിട്ട് കിട്ടും. അങ്ങനെ വളരെ ഈസി ആയിട്ട് തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ക്യാബേജ് തോരൻ റെഡിയാക്കിയിട്ടുണ്ട്. ഈ രീതിയിൽ ക്യാബേജ് ക്ലീൻ ചെയ്ത് ഉഴുന്നക്കിയിട്ട് കടുക് പൊട്ടിച്ച് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചൂടോടുകൂടി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഉഴുന്ന് ചേർത്തിരിക്കുന്നത് കൊണ്ട് അതിൻ്റെ ആ ഒരു ക്രിസ്പിനെസ് ഒക്കെ കിട്ടുള്ളൂ. തീർച്ചയായിട്ടും നിങ്ങൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക്സ് അറിയിക്കുക. മറ്റൊരു കുഞ്ഞു വീഡിയോയുമായിട്ട് നമുക്ക് ഉടൻ തന്നെ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.